നാഗ്പൂരിൽ ഹൈവേയിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ വൻ കവർച്ച. കാറിന്റെ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന 5 ലക്ഷം രൂപ പട്ടാപ്പകൽ ബൈക്കിലെത്തിയ സംഘം കവർന്നു. കവർച്ചയുടെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നാഗ്പൂർ സാവ്നർ ഹൈവേയിലെ ഖാപ്പർഖേഡിൽ തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു കവർച്ച. ഒരു പ്രമുഖ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ സമ്പത് സാഹു, ഡ്രൈവർ അതുൽ കാലെ എന്നിവരാണ് കവർച്ചയ്ക്കിരയായത്. നാഗ്പൂരിലെ ശങ്കർ നഗറിലുള്ള HDFC ബാങ്ക് ശാഖയിൽ നിന്നും കമ്പനി ആവശ്യങ്ങൾക്കായി 5 ലക്ഷം രൂപ പിൻവലിച്ച ശേഷം സാവ്നർ ഭാഗത്തേക്ക് വരികയായിരുന്നു ഇരുവരും. പിൻവലിച്ച 5 ലക്ഷം രൂപ ഇവർ തങ്ങളുടെ മാരുതി വാനിന്റെ ഡാഷ്ബോർഡിൽ ഒരു ബാഗിലാക്കി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് ഖാപ്പർഖേഡിലെത്തിയ ഇരുവരും ഹൈവേയോരത്തെ വാഹനം നിർത്തിയിട്ട ശേഷം സമീപത്തെ കടയിലേക്ക് ചായ കുടിക്കാനായി പോയി. ഈ സമയം ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ നിമിഷങ്ങൾക്കകം ഡാഷ്ബോർഡിലിരുന്ന പണസഞ്ചി കൈക്കലാക്കി കടന്നുകളയുകയായിരുന്നു. നാഗ്പൂർ സാവ്നർ ഹൈവേയിലെ ഖാപ്പർഖേഡിൽ തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു കവർച്ച. ഒരു പ്രമുഖ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ സമ്പത് സാഹു, ഡ്രൈവർ അതുൽ കാലെ എന്നിവരാണ് കവർച്ചയ്ക്കിരയായത്. സംഭവത്തിൽ ഖാപ്പർഖേഡ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചതു മുതൽ പ്രതികൾ ഇവരെ പിന്തുടരുന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. കവർച്ചയുടെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കിലെത്തിയാണ് പ്രതികൾ കവർച്ച നടത്തിയത്. തൊട്ടടുത്ത് നിരവധി ആളുകൾ നിന്നിരുന്നിട്ടും ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ അതീവ വിദഗ്ധമായാണ് പ്രതികൾ കവർച്ച നടത്തിയതെന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. ഇത്രയും വലിയ തുക യാതൊരു സുരക്ഷയുമില്ലാതെ വണ്ടി പോലും ലോക്ക് ചെയ്യാതെ ഡാഷ്ബോർഡിൽ വെച്ചുപോയ ജീവനക്കാരുടെ അശ്രദ്ധയെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതികളെ തിരിച്ചറിഞ്ഞ് ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.